കുപ്പത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്താൻ സാധ്യത. വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഒഴുകുന്നത് തടയാൻ ഒരാഴ്ചയ്ക്കകം നടപടിയുണ്ടാകുമെന്നാണ് ഈ കമ്പനി ഉടമകൾ പറയുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ പുപ്പറമ്പ ചേരുന്നു കണ്ണൂരിൽ കുപ്പത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ ലേറ്റസ്റ്റായി മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ ഈ വീടുകളിലേക്ക് മണ്ണും ചെളിയും വെള്ളമൊക്കെ കയറി ചെന്നു എന്നല്ലേ പറയുന്നത്? വീട്ടുകാരെന്തൊക്കെയാണ് പറയുന്നത്? SK, ഞാനിപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണുള്ളത്. കുപ്പം CH നഗറിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അതായത് എന്താണ് ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കൊണ്ട് ഇവിടെ സംഭവിച്ചത്. അവർ നേരിടുന്ന ദുരിതത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. ഇത് വീട്ടിലുള്ള കിടക്കകൾ, മറ്റ് ഫർണിച്ചറുകൾ, അതിൻ്റെ മറ്റുപകരണങ്ങളെല്ലാം അവർ എടുത്ത് ഇത് പുറത്താണുള്ളത്. പൂർണ്ണമായും വീടുകളിലേക്ക് ചെളിവെള്ളം കയറി വാസയോഗ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം അവർ അതിൻ്റെ ശുചീകരണമൊക്കെ നടത്തി വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പല വീടുകളിലും ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ്. എന്താണ് നിങ്ങളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? കുറച്ച് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചേർന്ന് പരമാവധി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വൃത്തിയായിട്ടൊന്നുമില്ല, വാസയോഗ്യമായിട്ടൊന്നുമില്ല. ശുചിമുറിയോ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല, അടുക്കള ഉപയോഗിക്കാൻ കഴിയില്ല. നിത്യോപയോഗ സാധനങ്ങളെല്ലാം നശിച്ചിട്ടാണ് ഉള്ളത്. വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു അരിമണി വരെ ബാക്കിയില്ലാണ്ട് എല്ലാം ചളി കയറി, ഉടുക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം ചളി കയറി, ഒന്നുമില്ല, എല്ലാം നശിച്ചിട്ടുള്ളത്. 27-ാം തീയതി പറഞ്ഞിട്ടുള്ളത്. പരിഹാരം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക പരിഹാരമാണ് അവരിപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി കുറച്ചും കൂടി ഡ്രെയിനേജ് ആഴത്തിൽ കുഴിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മണ്ണ് വരുന്നതിനുള്ള സൗകര്യം വരാണ്ട് തടയുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും നാട്ടുകാർ വീണ്ടും സമരത്തിലേക്ക് പോകും. 27-ാം തീയതി വരെ നമ്മൾ നോക്കുക. 27-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് തന്നെ ഇറങ്ങും. അതാണ് പറയുന്നത്. 27-ാം തീയതിക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ രീതിയിൽ മണ്ണും വെള്ളവും ഒക്കെ ഇങ്ങോട്ട് മഴ പെയ്താൽ ഇറങ്ങുന്ന സാഹചര്യം അത് തടയുന്നതിന് വേണ്ടി കൃത്യമായ ഡ്രൈനേജ് സംവിധാനമൊക്കെ ഒരുക്കും എന്നതാണ് ഇന്നലെ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ വന്ന് ഇവരോട് ചർച്ച നടത്തി തീരുമാനിച്ചത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. അവരുടെ ഈ വീടുകളിലുള്ള ഉപകരണങ്ങളെല്ലാം നശിച്ചുപോയി എന്നതാണ് അവർ പറയുന്നത്. സ്വാഭാവികമായി അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ നൽകും എന്ന് ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു. അതിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. 27-ാം തീയതി ശേഷവും ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് വീണ്ടും പോകുമെന്നതാണ് കുപ്പത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഓക്കെ, അരുൺ പുപ്പറമ്പ.